കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് വി ശിവൻകുട്ടി മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച മന്ത്രി വി ശിവൻകുട്ടി. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആര്യയുടേത് മാതൃകാപരമായ പ്രവർത്തനം. തോൽവി ആര്യയ്ക്ക് മേൽ കെട്ടിവെക്കണ്ട. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ പോലും എതിർത്തു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. നേരത്തെ കോർപ്പറേഷൻ തോൽവിക്ക് കാരണം മേയറാണെന്നുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കും കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനം ഉയർത്തുന്നു. അത് ഉയർത്തുന്നത് ശിവൻകുട്ടിയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തിൽ ആര്യ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ വി ശിവൻകുട്ടിയുടെ കാറിൽ ആര്യ കയറ്റിക്കൊണ്ട് പോകുന്നതുമൊക്കെ ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. അവിടെ കയറിയിരിക്കണേ. അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ ഇപ്പം മാറ്റിത്തരാം. അവൻ ശിവൻകുട്ടിയുടെ മനസ്സ് വിചാരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഒരു 500 വോട്ട് ഈ ഒരു വരവോടെ പോയി കിട്ടുമെന്ന. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? സ്ത്രീകൾ ഉൾപ്പെടെ എതിർപ്പ് പറഞ്ഞിരുന്നു. ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് കഴിഞ്ഞാൽ അത് വോട്ടുകൾ ഇല്ലാതാക്കുന്ന വികാരം സാധാരണക്കാരായ സ്ത്രീകൾ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി.